നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിരുന്നു ഒരു ഷോർട്ട് വീഡിയോ. അതിൽ JBL A302HI ഈ മോഡലിലൊരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ടുള്ള ബോക്സ് വന്നാൽ അതിൻ്റെ ഫുൾ വീഡിയോ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വന്ന ബോക്സുകളാണിത്. 5 ബോക്സ് ഉണ്ട്. ഒന്ന് സെപ്പറേറ്റ് വേറൊരു മോഡലാണ് സെൻറ്ററിന് വേണ്ടി എടുത്തുള്ളത്. ഇതിപ്പോൾ ലെഫ്റ്റ് റൈറ്റ് സറൗണ്ട് സെൻറ്റർ അങ്ങനെയുള്ള ആ 3 സെക്ഷനിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബോക്സ് ഈ ടൈപ്പാണ്, അതായത് ഒരു 35 ഡിഗ്രി ആംഗിൾ ടൈപ്പാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ടൈപ്പ് ഈ പൊസിഷനിലാണ് വോളിൽ വരിക. അതായത് വോളിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കണം ഈ പൊസിഷനിൽ, അതായത് താഴോട്ട് ചെറിയ തോതിൽ താഴോട്ട് ഫയർ ചെയ്യുന്ന രൂപത്തിൽ. അപ്പോൾ ഇതിന് വേറെ ടൈപ്പ് ഫിറ്റിങ്സും ഹാൻഡിലൊക്കെ വരാണ്ട്. അപ്പോൾ അത് അന്നേരം അത് ആ സൈറ്റിൽ വെച്ചിട്ട് നോക്കിയിട്ട് ചെയ്യണം. പിന്നെ സ്പീക്കർ ടെർമിനലുണ്ട്. ഒരു സാധാരണ സ്ക്രീനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ വലിയ ഓവർ എക്സ്പെൻസീവ് ഒന്നല്ല, ഒരു നോർമൽ രീതിയിൽ ചെയ്ത ബോക്സാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സ്ക്രീൻ. ഇത് ഓഫറിൻ്റെ ഹോൾ, ഇത് വെൻ്റാണ്, എയർ ഹോൾ. കാരണം നമുക്കിതിന് ട്വിറ്റർ ആവശ്യമില്ല. ഇത് 2-way കോഎക്സലാണ് ഈ സ്പീക്കർ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ക്രോസ് ഓവർ അങ്ങനെയുള്ള ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ആ സ്പീക്കർ കാണാത്തതുകൊണ്ട് അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് JBL A302HI എന്നുള്ള മോഡൽ. 6.5 ഇഞ്ച് 165mm കോഎക്സൽ കാർ സ്പീക്കർ. മാക്സിമം പവർ ഹാൻഡ്ലിംഗ് 300 വാട്ട്സ്. പവർ ഹാൻഡ്ലിംഗ് വാട്ട്സ് RMS 45. കറക്റ്റ് നമ്മൾ ആ TDA 7388 ആ ടൈപ്പ് ഓർഡിനറി ഓഡിയോ സിസ്റ്റം ഉണ്ടാക്കിയാലും ഈ സാധനം മതി. സെൻസിറ്റിവിറ്റി അതായത് 91 dB. അത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു സെൻസിറ്റിവിറ്റിയെ പറ്റി. 50 Hz to 20 kHz ഡീൽ 4 rooms. അപ്പോൾ 2 എണ്ണം വെച്ചുള്ള പാക്കാണിത്. അങ്ങനത്തെ 2 പാക്കാണ്. അപ്പോൾ ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട് അവിടെയൊക്കെ കിട്ടും. അതായത് ഇതിൻ്റെ മുകളിലുള്ള റേറ്റ് എന്ന് പറയുന്നത് 4000 സംതിങ് ആണ് ഇതിൻ്റെ MRP പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വില വരില്ല. 2 സംതിങ് ഈ ഒരു പാക്കിന് നിങ്ങൾക്ക് ഏകദേശം വരും. അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് പാക്കിങ് കിടക്കണം. ഓക്കെ, ഒരു സ്പീക്കറാണിത്. ഒന്നും കൂടി ഉണ്ട്. അതിൻ്റെ വാറണ്ടി മറ്റ് കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെയാണ്. വാറണ്ടി ആര് തരും എന്ന് എന്നോട് ചോദിക്കരുത്. വാറണ്ടി നമുക്ക് ഓൺലൈനിൽ പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. രണ്ടാമത്തെ ഓഫർ. അപ്പം ബോക്സ്. അപ്പോൾ അന്നത്തെ നമ്മളെ റിവ്യൂവിൽ പലരും ഇത് ചാത്തനാണ്, പലതും ഇത് സൂപ്പറാണ്, അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയാലും ശരി, ഈ ഒരു സാധനവും ഈ ഒരു വിലക്ക് നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് ഇനി ഇത് അഴിക്കാൻ വളരെ സിമ്പിൾ. അത് വയ്ക്കാൻ അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് ഉള്ളൊരു ഇതുണ്ട്. നമ്മൾ കാണിച്ചതാണ് അന്നത്തെ ഷോട്ടിൽ. ആ അന്ന് അയച്ച സെയിം ബോക്സാണ്, സെയിം സാധനം. അതുകൊണ്ട് അതിൻ്റെ പാക്ക് ഞാൻ കീറിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, അതായത് ഇതിൻ്റെ ജെന്യൂനിറ്റി ഒറിജിനൽ ആണോ അല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംശയമുള്ളവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേലുണ്ട്. അത് വെച്ച് ചെക്ക് ചെയ്തിട്ട് കൺഫേം ആക്കാം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ബോക്സിലേക്ക് ഇത് ഫിറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ബോക്സിലേക്ക് നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ആ ടെർമിനൽ ഫിക്സ് ചെയ്ത് വയർ കണക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ടെർമിനൽ എല്ലാം കൂടി ഞാൻ ഇതിനകത്ത് ഇട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് സ്പീക്കർ കണക്ടേഴ്സ്, നമ്മൾ കണക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഫിറ്റ് ചെയ്താളെ. അപ്പോൾ ഈ ടൈപ്പ് ഉപയോഗിച്ചാൽ സിമ്പിളാണ്. ഏത് തരത്തിലുള്ള ടെർമിനൽ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ ഒരു കസ്റ്റമറുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ. അപ്പോൾ അത് കണ്ടിട്ട് ഇതേ ഉപയോഗിക്കാവോ അല്ലെങ്കിൽ ഇത് എവിടെ കിട്ടും അതന്വേഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് ടെർമിനൽ ആണോ സൗകര്യം, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളെ റിവ്യൂസ് കണ്ടിട്ട് ഏതാണോ തൃപ്തികരമായി തോന്നുന്നത് ആ ടെർമിനൽ എടുക്കാം. ഒരു പ്രശ്നമില്ല. ഇതന്നെ എടുക്കണം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഉപയോഗത്തിൻ്റെ സൗകര്യത്തിന് ഇപ്പോൾ ഈ പൊസിഷനിലാണ് ഇത് വരിക. അപ്പോൾ ഈ പൊസിഷനിൽ വരുമ്പോൾ ഇത് വയർ ക്ലിപ്പ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ ആയിരിക്കും. മറ്റേത് ഇങ്ങനെ ആയിരിക്കില്ല. ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് റിസ്ക്കിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ തന്നെ കണക്ട് ചെയ്യാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ മുകളിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് വയർ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ടെർമിനലൊക്കെ ഫിക്സ് ചെയ്യാൻ നമ്മളിതുപോലെ കാർബൺ സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നത്. മറ്റേ സ്പീക്കേഴ്സ് ഫിറ്റ് ചെയ്യാൻ ഇതുപോലെ സ്റ്റീൽ സ്ക്രൂസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് സൈസ് അനുസരിച്ചിട്ടുള്ള ടൈപ്പ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ സ്റ്റീൽ ഉപയോഗിച്ചാൽ കുറച്ച് റിലയബിൾ ആവും. ഫസ്റ്റ് തന്നെ വയർ ഇവിടെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ സ്ക്രൂ ചെയ്യുന്നത്. ഇതാണ് പൊസിഷൻ. വയർഡ്. ഇനി ഒരു ഇത് വെച്ചതിന് ശേഷം നമുക്കിത് സൂട്ടാക്കാം. ഇത് ആദ്യം ഒന്ന് വെച്ച് കാണിച്ചു തരാം.
എങ്ങനെ ഇരിക്കുന്നു. വേഗം കണക്ട് ചെയ്ത് ഒന്ന് പ്ലേ ആക്കണം, എന്നാലേ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. അപ്പം ഇനി ഇതിനകത്തോട്ടുള്ള ഈ റെക്കോർഡ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഒരു പീസ് വെക്കുക. അതായത് ഒരു ലെയർ മതിയാവും ബോക്സ് വോളിയം. പിന്നെ നമുക്ക് അവിടെ എത്രത്തോളം ആ റിഫ്ലക്ഷൻ്റെ ഒരു പ്രശ്നം വരും, അബ്സോർബ് ചെയ്യേണ്ട എത്രത്തോളമാണ്, അതിൻ്റെയൊക്കെ അനുസരിച്ചിട്ടാണ് വെക്കേണ്ടത്. ശരിക്കും ഓരോ വാട്ട്സും അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ വരും അതിനനുസരിച്ചിട്ടൊക്കെ വെക്കാം. ഞാനിത് 1 ഇഞ്ചിൻ്റെ ടൈപ്പിൽ ഒരു പീസ് ഷീറ്റാണ് വെക്കുന്നത്. നെയിൽസ് വെച്ചിട്ട് ജസ്റ്റ് പഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ സൗകര്യമാണ്, അതല്ലെങ്കിൽ ചെറിയ തോതിൽ ചുറ്റി വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് ടൈപ്പ് ചെറിയ ആണിയാണെങ്കിൽ ജസ്റ്റ് 2 അടി അടിച്ചാൽ അത് അവിടെ നിൽക്കും. നിങ്ങൾക്ക് ഗം ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ജസ്റ്റ് ആ ഒരു സ്ഥലത്ത് നിന്നോട്ടെ എന്നുള്ള നിലക്കാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ രീതിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ അകത്തെ അവസ്ഥ. ഇനി നമ്മൾ വൂഫർ സ്ക്രൂ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ബാക്കി എല്ലാം കൂടെ ഫിറ്റ് ചെയ്തതിൻ്റെ ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സ്ക്രൂ ചെയ്തു. അപ്പോൾ ഇതിൻ്റെതായ കാർ സ്പീക്കേഴ്സിൻ്റെ ഗ്രില്ല് കിട്ടുകയാണെങ്കിൽ അത് വെച്ചാലും മതി. അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്ത പോലെ മറ്റേ സ്ക്രീൻ ഉണ്ട്, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്തെടുത്ത്. അപ്പോൾ ഇത് വെച്ചാൽ ഇത് ഇങ്ങനെ ആയാലും ഓക്കെ, മറ്റേത് ആണെങ്കിലും ഓക്കെ. അതാത് ആളുകളുടെ ചോയ്സ്. അപ്പോൾ ഇനി ബാക്കി 3 കൂടെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിലാണ് ചെക്ക് ചെയ്യാം. യെസ്, എങ്ങനെയുണ്ട്? ഒരു ലൈനർ റൈറ്റിൻ്റെ ഒരു ലുക്ക് തോന്നുന്നില്ലേ? ലൈനർ റൈറ്റ് ഇതിപ്പോൾ ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ് അങ്ങനെ പറയാം. ഒരു സെൻറ്ററും കൂടി നമ്മൾ ഒന്നുകൂടെ ചെയ്ത് സെൻറ്ററും കൂടി ഉണ്ട്. പിന്നെ സബ്ബൂഫർ അവിടെ ആക്റ്റീവ് സബ്ബൂഫറോ അങ്ങനെ ഏതോ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇതെല്ലാം ഇത് രണ്ടും ഒരു പെയറായിട്ട് സീരീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി സീരീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു STK ആംപ്ലിഫയർ ഉണ്ട്, അതിനകത്തോട്ട് പ്ലേ ആക്കാം. NC's മ്യൂസിക് over the edge, feel like I'm floating. To kick the habit that my mind is breathing in. Break out, I've got to see. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all, fearless. ഇനി ഇതിൻ്റെ കൂടെ ഒരു സബും കൂടി ഉണ്ടെങ്കിലോ? ഓക്കെ, Burning the bridge that keeps us. I'm here and I'm feeling fearless. Exaggerated, that's what you assume. The story's over now, I must conclude.
അപ്പോൾ നിങ്ങൾക്കൊരു സത്യം അറിയോ, അതായത് ഇതിലിപ്പോൾ ഇത്ര നേരം വർക്ക് ചെയ്തതിൽ ടോൺ കൺട്രോൾ ഉപയോഗിച്ചില്ല. ടോൺ കൺട്രോൾ ഇല്ലാതെ ഫ്ലാറ്റ് റെസ്പോൺസ് ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ട്. ഇത് ലാപ്ടോപ്പിൽ നിന്നുള്ള ഔട്ട്പുട്ട് STK ആംപ്ലിഫയർ ആണ്. അപ്പോൾ അതിൻ്റെതായ ക്ലാരിറ്റി കിട്ടും. പിന്നെ ടോൺ കൺട്രോൾ ഉപയോഗിച്ചാൽ ബസും ട്രിബിളും ബൂസ്റ്റ് ആവുന്നുള്ളത് സ്വാഭാവികമാണ്. ഏത് ടോൺ കൺട്രോൾ ഉപയോഗിക്കുന്നു, ഏത് തരം ഈക്വലൈസർ ഉപയോഗിക്കുന്നു, അവർ എന്തൊക്കെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് യഥാർത്ഥത്തിൽ കേൾക്കുക. ഫ്ലാറ്റ് റെസ്പോൺസ് ആണ് ഞാൻ ചെക്ക് ചെയ്യാറ്. അപ്പോൾ സബ് വൂഫറിലുള്ള എഫക്റ്റും നിങ്ങൾ കേട്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു തരം ഈ സ്പീക്കേഴ്സ് ആൻഡ് ഈ തരം ബോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഹോം തിയേറ്ററിൻ്റെ സറൗണ്ട് സെറ്റപ്പ്, സെൻറ്റർ ചാനൽ അതൊക്കെ ഉണ്ടാക്കിയാൽ ആ ഒരു 3 വരുന്ന കോൺഫിഗറേഷനകത്തേക്ക് ഒരു ക്രോസ് ഓവർ, അതിൻ്റെ വയറിങ്, അതിന് ക്രോസ് ഓവർ സെലക്ട് ചെയ്യുമ്പോൾ 2-3 കൂടിയുള്ള വില, അതിന് സ്ഥാനത്ത് ഇങ്ങനത്തെ 2 സെൻറ്ററിന് ഓരോന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ടവർ ടൈപ്പ് വെച്ചിട്ടോ ഒരു ഡബിൾ വെച്ചിട്ടോ ഫ്രണ്ടിൽ ലെഫ്റ്റ് റൈറ്റ് സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് സങ്കല്പിച്ച് നോക്കുക. നല്ല പെർഫോമൻസ് ആയിരിക്കും മാന്യ വിലക്ക്. ആ മാന്യ വില എന്ന് ഞാൻ ആഡ് ചെയ്യുന്ന കാരണം മാന്യ വിലക്കുള്ള സ്പീക്കറാണ്. അതായത് നമുക്ക് 10,000 5,000 ഒന്നും കൊടുത്തിട്ട് കിട്ടുന്നല്ല, ഒരു 2000 സംതിങ്ങിന് ഒരു പെയർ കിട്ടുന്ന ഒരു ടൈപ്പ് സ്പീക്കർ സിസ്റ്റം. അതിൻ്റെ കൂടെ ബോക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ 5 ബോക്സിനും കൂടി ഇപ്പോൾ ചിലവ് പറയുകയാണെങ്കിൽ ഒരു 5.5-6 ഇടയിൽ ചിലവ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഏത് തരത്തിൽ നിങ്ങളത് കോൺഫിഗറേഷൻ ചെയ്യുന്നത്, ഇപ്പോൾ സ്ക്വയർ ആണോ ഇനി അതല്ല ഇനി സാധാരണ ഫ്ലോർ സ്റ്റാൻഡർ ആയിട്ടാണോ ചെയ്യുന്നത്, അതായത് ആ ഉപയോഗിക്കുന്ന ആളുടെ താല്പര്യമാണ് ശരിക്കും വരിക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഐഡിയനെ പറ്റി നിങ്ങളുടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഒരുപാട് പേര് മുമ്പേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ പേർക്ക് ഇത് ചെയ്ത് ശീലമുള്ളതുകൊണ്ട് ഇപ്പോൾ എനിക്കൊരു അവസരം കിട്ടിയത് കൊണ്ടും ഞാനിത് വീഡിയോ ആക്കി ചെയ്ത് കാണിച്ചു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ബെസ്റ്റ് അല്ലേ ആണോ എന്നുള്ളത് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ബോക്സ് സ്പീക്കർ സിസ്റ്റം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ. Emotional suicide, you know it's a knife for eye. Didn't wanna walk the plank. But the Mariona again. Like the thunder, I was on my way to going under. Swimming in the pain, I was covered in a tidal wave, But I'm a